ഹലോ എവ്രി വൺ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നേക്കുന്നത് തമിഴ് മൂവി പരാശക്തിയുടെ വിശേഷങ്ങളായിട്ടാണ്. മൂവിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഡോൺ പിക്ചേഴ്സ് എന്ന് പറഞ്ഞുള്ള പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് സുധാ കൊങ്കര, സുരൈ പോട്ടർ, ഇരുതി സുട്ടർ എന്ന് പറഞ്ഞ മൂവിയൊക്കെ ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. ഇതിൻ്റെ ക്യാമറ ചെയ്തേക്കുന്നത് രവി കെ ചന്ദ്രൻ, അതുപോലെ എഡിറ്റിംഗ് ചെയ്തേക്കുന്നത് സതീഷ് സൂര്യ, മ്യൂസിക് പിന്നെ ജി വി പ്രകാശ്. ഇതിലെ മെയിൻ കാസ്റ്റ് വരുന്നത് ശിവകാർത്തികേയൻ, അഥർവ, രവി മോഹൻ, പിന്നെ ശ്രീലീല. ഇവർ 4 പേരാണ് ഇതിലെ മെയിൻ കാസ്റ്റ്. ഇതല്ലാതെ കുറച്ച് വേറെ കുറേ കാസ്റ്റുകളൊക്കെ ഉണ്ട്. ഇവരാണ് മെയിൻ ആയിട്ടുള്ള കാസ്റ്റ് വരുന്നത്. ഓവറോൾ മൂവിയുടെ ഒരു ബേസ് വരുന്നത് ലാംഗ്വേജ്, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കറപ്ഷൻസ്, കുറേ അടിച്ചമർത്തലുകൾ, ഇതിനെതിരെ പോരാടുന്ന കുറച്ച് ചെറുപ്പക്കാർ. ഇതാണ് മൂവിയുടെ ഒരു മെയിൻ പ്ലോട്ട് വരുന്നത്. 1965 കാലഘട്ടങ്ങളിൽ നടക്കുന്ന സ്റ്റോറിയാണ് ഈ മൂവിയിലെ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള തന്നെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും ലൊക്കേഷൻസ് ആണെങ്കിലും സെറ്റ് ആണെങ്കിലും എല്ലാം അതിൽ ബ്ലെൻഡ് ചെയ്യിക്കുന്ന രീതിയിൽ കിടിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആക്ടിങ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ശിവകാർത്തികേയൻ ആസ് യൂഷ്വൽ പുള്ളിയുടെ ആ ഒരു റോള് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ശിവകാർത്തികേയനും അഥർവയും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. നമ്മളങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു കോമ്പിനേഷനാണ് അവർ തമ്മിൽ. അവർ തമ്മിലുള്ള ആ കെമിസ്ട്രിയും ആക്ടിങ് കാര്യങ്ങളൊക്കെ നൈസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ രവി മോഹൻ്റെ ക്യാരക്ടർ ഒരു നെഗറ്റീവ് റോളാണ് ചെയ്യുന്നത്. പക്ഷേ പുള്ളിയുടെ ആ ഒരു സ്റ്റൈലും കാര്യങ്ങളും പുള്ളിയുടെ ആ സ്വാഗും പരിപാടിയും ഒക്കെ കിടിലനായിട്ട് തന്നെ പുള്ളിയുടെ സൈഡും പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൂവിയുടെ സ്റ്റോറി ലൈനും അതേപോലെ റൊമാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ബ്ലെൻഡ് ആവുന്ന രീതിയിലുള്ള സോങ്ങുകളാണ് ഇതിനകത്ത് ജി വി പ്രകാശ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത 2 ഫേസസ് ഈ മൂവിക്കകത്തുണ്ട്. ക്യാമിയോ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഈ 2 ഫേസസും നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. ഒരു വൺ ടൈം പൊളിറ്റിക്കൽ ഡ്രാമ, അത്രേ ഉള്ളൂ ഈ മൂവി. വിജയുടെ ജനനായകൻ റിലീസ് ഡേറ്റ് മാറ്റി വെച്ചതുകൊണ്ട് രക്ഷപ്പെട്ട മൂവിയാണിതെന്ന് വേണമെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇന്ന് മൂവി റിലീസായിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടു നോക്കൂ. ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും. കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ മലയാളം മൂവി പെണ്ണ് കേസ് എന്ന് പറയുന്ന മൂവി റിലീസായിട്ടുണ്ട്. അപ്പോൾ ആരും പോയി ചാടണ്ട. OTTയിൽ റിലീസാവുന്ന സമയത്ത് നമുക്ക് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ അടുത്തൊരു മൂവിയുടെ വിശേഷങ്ങളായിട്ട് വരുന്നവരേക്കും ബൈ.